ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ഗർഭാവസ്ഥയിലൂടെ കടന്നു പോകുന്ന സ്ത്രീകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും കുറച്ച് കാര്യങ്ങൾ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ ഡോക്ടറൊന്നുമല്ല, എങ്കിലും രണ്ട് മക്കളെ പ്രസവിച്ച ഒരു അനുഭവത്തിൽ എനിക്ക് ഉണ്ടായ കുറച്ച് അനുഭവങ്ങൾ ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് അടിക്കുക. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ശാരീരികമായും മാനസികപരമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. ഭാഗ്യം കൊണ്ട് ഇതൊന്നും അനുഭവിക്കാതെ നന്നായി പ്രസവിച്ച് വരുന്നവരുണ്ട്. അവർ ഭാഗ്യം ചെയ്തവരാണ് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ശാരീരിക ബുദ്ധിമുട്ട് പറയുന്നത് ഛർദി, ആ സമയത്ത് കുറച്ച് ഭക്ഷണ കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമില്ലാണ്ടാവും, ഇഷ്ടമില്ലാത്തത് ഇഷ്ടമുണ്ടാവും. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ ആയിരിക്കും പോവുക. കാരണം ഉദാഹരണത്തിന് ഒരു മീനൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ, ഇറച്ചി കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ, അവർക്ക് ചിലപ്പോൾ ആ സമയത്ത് അത് കഴിക്കാൻ തോന്നും, ധാരാളം കഴിക്കും. ചില ആൾക്കാർ നന്നായി കഴിക്കുന്ന മീനൊക്കെ കഴിക്കുന്ന ആൾക്കാർ, എൻ്റെ ഒരു അനുഭവത്തിൽ മീനൊക്കെ ഞാൻ നന്നായി കഴിക്കും. ആ സമയത്ത് എനിക്ക് മത്തിൻ്റെ ചൂര് കേട്ടാൽ എനിക്ക് ഛർദ്ദിക്കാൻ വരും. അപ്പം അങ്ങനെ പിന്നെ തല പൊന്തില്ല. ചില ആൾക്കാർക്ക് ക്ഷീണം, ഭയങ്കര ക്ഷീണമായിരിക്കും. അങ്ങനത്തെ അവസ്ഥയിലൂടെയും കടന്നു പോയിട്ടുണ്ട്. ചിലപ്പോൾ അത് വീട്ടുകാർ മനസ്സിലാക്കും, ചിലപ്പോൾ അത് വീട്ടുകാർ മനസ്സിലാക്കില്ല. ചില വീട്ടുകാർ പറയും ഇവൾക്കാണ് ആദ്യമായിട്ട് ഗർഭമുണ്ടായത് എന്ന നിലയ്ക്കൊക്കെ സംസാരിക്കും. എന്തുകൊണ്ടാണെന്ന് അറിയില്ല അങ്ങനെയൊക്കെ സംസാരിക്കണതിൻ്റെ എന്ത് മാനസികാവസ്ഥയാണെന്നും അറിയില്ല. പക്ഷേ നമുക്ക് ശാരീരികപരമായിട്ടുള്ളത് കുറച്ച് കാലം കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് കരുതി നമുക്ക് സമാധാനിക്കാൻ പറ്റും. പക്ഷേ മാനസികപരമായിട്ടുള്ള ഓരോ പ്രശ്നങ്ങളും ഉണ്ടാവുമല്ലോ. അത് സ്വന്തം ഭർത്താവാണെങ്കിലും ഭർത്താവിൻ്റെ വീട്ടുകാരാണെങ്കിലും സ്വന്തം വീട്ടുകാരാണെങ്കിലും ഒന്ന് മനസ്സിലാക്കിയാൽ ആ ഗർഭാവസ്ഥയിലൂടെ കടന്നു പോകുന്ന സ്ത്രീകൾക്ക് വലിയൊരു ഹെൽപ്പായിരിക്കും. ആ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് അതൊരു നല്ലൊരു കാര്യമായിരിക്കും. കാരണം ഗർഭാവസ്ഥയിലൂടെ കടന്നു പോകുന്ന സ്ത്രീകൾക്ക് മനസ്സിൽ ഭയങ്കരമായിട്ട് ഓരോ ആഗ്രഹങ്ങളും ഓരോ ടെൻഷനുകളും, എൻ്റെ കുട്ടി എങ്ങനെ ഉണ്ടാകും, ആരോഗ്യവതിയായിരിക്കുമോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമോ, എന്തായിരിക്കും, ആദ്യമായിട്ട് ഗർഭം ധരിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ആശങ്കകളൊക്കെ ഒരുപാടായിരിക്കും. അത് ഓരോ അമ്മമാർക്ക് അറിയാൻ പറ്റും. പക്ഷെ അത് മനസ്സിലാക്കണം നമ്മൾ, പ്രത്യേകിച്ചൊരു ഭർത്താക്കന്മാർ. ചില ഭർത്താക്കന്മാരുണ്ട്, അവർക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ല പറഞ്ഞിട്ട്, എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ല പറഞ്ഞിട്ട് സ്വന്തം കാര്യം മാത്രം നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിൽ പോകും, മരുന്ന് വാങ്ങിച്ചു കൊടുക്കുന്നല്ലാണ്ട് വേറെ ഒരു കാര്യം അന്വേഷിക്കാനോ അവൻ്റെ മനസ്സിൽ എന്താണെന്ന് അറിയാനോ ഒരു സന്തോഷം കൊടുക്കാനോ തയ്യാറാകാത്ത കുറേ പേരുണ്ടാവും. അത് വല്ലാത്തൊരു അവസ്ഥയാണ് സ്ത്രീകൾക്ക്. അവൻ്റെ മനസ്സിൽ എന്താണെന്ന് വിചാരിച്ച് അതൊന്ന് സാധിച്ചു കൊടുത്താൽ വലിയൊരു സന്തോഷമായിരിക്കും. ആ കുഞ്ഞിനും അമ്മയ്ക്കും നല്ല ആരോഗ്യമുള്ള കുഞ്ഞ് ജനിക്കാനും അതൊക്കെ ഒരു ഹെൽപ്പായിരിക്കും. പിന്നെ വീട്ടിലുള്ള എന്ത് പ്രശ്നങ്ങളാണെങ്കിലും, കുടുംബ പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിലും ആ സമയത്ത് ആരും ചിന്തിക്കാനോ അതിനെക്കുറിച്ചിട്ട് സംസാരിക്കാനോ അതിനെക്കുറിച്ച് ഒരുപാട് ആവലാതിപ്പെടാനോ ടെൻഷൻ അടിക്കാനോ പാടില്ല. ഗർഭാവസ്ഥയിൽ അത് കുട്ടീനെ എന്തായാലും ബാധിക്കും. അങ്ങനെ ഒരു ബാധിച്ചൊരു അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകുന്നത് കൊണ്ടാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ സമയത്ത് നമ്മൾ അതൊക്കെ ഒന്ന് മാറ്റിവെക്കാൻ ശ്രമിക്കണം. ഗർഭം ധരിച്ച സ്ത്രീയേക്കാളും അവരുടെ ചുറ്റും ഉള്ളവരാണ് അത് ശ്രദ്ധിക്കേണ്ടത്. കാരണം അത് ആ പെണ്ണിനെ മാത്രമല്ല, സ്ത്രീനെ മാത്രമല്ല ബാധിക്കുക, വയറ്റിലുള്ള കുട്ടീനെയും ബാധിക്കും. പിന്നെ ജനിച്ച ശേഷം കുട്ടിക്ക് എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മൊത്തം ആ പ്രസവിച്ച അമ്മൻ്റെ തലയ്ക്കായിരിക്കും വരുന്നത്. അവർ അനുഭവിക്കാനുണ്ടായ സാഹചര്യങ്ങളോ ഒന്നും മറ്റുള്ളവർ ചിന്തിക്കില്ല. അവരും കൂടി ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. പക്ഷെ അവരതൊന്നും ചിന്തിക്കില്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴായിരിക്കും എല്ലാ കുറ്റവും ഈ അനുഭവിച്ചതും ആ അമ്മയായിരിക്കും. വീണ്ടും കുഞ്ഞിൻ്റെ ആ ടെൻഷനും കുഞ്ഞിൻ്റെ ഒരു ബുദ്ധിമുട്ടും അതും സഹിക്കുന്നത് ആ അമ്മയായിരിക്കും. മറ്റുള്ളവൻ്റെ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരുന്നതും ഈ അമ്മയായിരിക്കും. എല്ലാ കുറ്റവും കൂടുതൽ അച്ഛനേക്കാളും കേൾക്കുന്നതും അനുഭവിക്കുന്നതും ആ അമ്മയായിരിക്കും. ഈ കൂടെ നിന്നവർക്കോ പറഞ്ഞവർക്കോ
നമ്മളെ കുത്തുവാക്കുകൾ പറഞ്ഞവർക്കോ അതൊന്നും അതിനെക്കുറിച്ച് അറിയേണ്ട കാര്യമില്ല. പൂർണ്ണ ആരോഗ്യമുള്ള കുഞ്ഞ് ജനിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. പറ്റുന്നില്ലെങ്കിൽ മാറി താമസിക്കുക.